ഈ വീഡിയോ നിങ്ങളുടെ തെറ്റിദ്ധാരണകൾ മാറ്റിത്തരും. വീഡിയോ അവസാനം വരെ കാണുക. ഇസ്ലാം മതത്തിൽ ലവ് ജിഹാദ് നിഷിദ്ധമാണ്. അങ്ങനെ ലവ് ജിഹാദ് ചെയ്യുന്നവരെ ഇസ്ലാം മതം ഒരിക്കലും അംഗീകരിക്കില്ല. എന്തുകൊണ്ടാണ് ഒരു മുസ്ലിമായ ഒരു വ്യക്തി ഒരു അമുസ്ലിമായ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതിനുള്ള തടസ്സം എന്താണ്? ഇസ്ലാമികമായ മതവിധി എന്ത്? ഹാരിഫ് ഹുസൈൻ്റെ ചോദ്യങ്ങൾ വളരെ ന്യായമാണ്. ഹാരിഫ് ഹുസൈൻ ഈ ചോദ്യം തൻ്റെ വാപ്പാൻ്റെ പക്കൽ ചോദിച്ചു. അപ്പോൾ വാപ്പ പറഞ്ഞത്, ഹറാമി, നീ താലി കെട്ടി കൊണ്ടുവന്ന ഒരു പെണ്ണുണ്ട് നിനക്കിവിടെ, അവൾക്ക് മര്യാദക്ക് ചരണോർക്കണം മാറി. ജന്മന വിയർപ്പിൻ്റെ അസുഖമുള്ള ഹാരിഫ് ഹുസൈൻ തൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടാതായപ്പോൾ അവിടെ നിന്നിറങ്ങി. അപ്പോഴും ഹാരിഫ് ഹുസൈൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: ഒരു മുസ്ലിം ആ മുസ്ലിമിനെ കല്യാണം കഴിച്ചാൽ എന്താണ് പ്രശ്നം? ഉത്തരം സിമ്പിളാണ്. ഒരു യഥാർത്ഥ മതവിശ്വാസി സ്വന്തം മതത്തിൽപ്പെട്ടവരെ തന്നെ വിവാഹം കഴിക്കണമെന്ന് നിർബന്ധമാണ്. അങ്ങനെ പ്രവർത്തിച്ചാൽ മാത്രമേ അവൻ ഒരു യഥാർത്ഥ ഇസ്ലാം മത വിശ്വാസി ആവുന്നുള്ളൂ. കാരണം ഇസ്ലാം മതത്തിൽ കുറേ നിബന്ധനകളുണ്ട്. അത് പാലിച്ചാൽ മാത്രമേ അവൻ യഥാർത്ഥ ഒരു ഇസ്ലാം മത വിശ്വാസി ആവുന്നുള്ളൂ. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ഓഫീസ് അല്ലെങ്കിൽ ഒരു കോളേജ് അവിടെ പ്രവേശിക്കണമെങ്കിൽ അവിടുത്തെ നിബന്ധനകൾ, നിയമങ്ങൾ പാലിച്ചേ മതിയാവൂ. എന്നാൽ മാത്രമേ അവിടെ പ്രവേശിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെയാണ് ഇസ്ലാം മതത്തിലെ നിയമങ്ങളും നിബന്ധനകളും. അത് പാലിച്ചാൽ മാത്രമേ അവൻ ഒരു യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസി ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാം അനുശാസിക്കുന്നത് ഇസ്ലാം മതവിശ്വാസികൾ സ്വന്തം ഇണയെ തിരഞ്ഞെടുക്കുന്നത് ഇസ്ലാം മതത്തിൽ നിന്ന് മാത്രമായിരിക്കണം എന്ന് നിയമമുണ്ട്. ഇസ്ലാം മതത്തിൽ ഇങ്ങനെയുള്ള ഒരു നിയമം ഉള്ളതുകൊണ്ട് അത് ഇസ്ലാം മതത്തിനൊരു പ്ലസ് പോയിന്റ് ആണെന്ന് പറയാം. എങ്ങനെയെന്ന് വിശദീകരിക്കാം. ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരാൾ ആണോ പെണ്ണോ ആയിക്കൊള്ളട്ടെ, വേറൊരു മതത്തിൽ വിശ്വസിക്കുന്ന ഒരാളെ വിവാഹം കഴിച്ചു എന്നിരിക്കട്ടെ, അത് വലിയൊരു മോഷണമാണ്. എങ്ങനെയെന്ന് വിശദീകരിക്കാം. സ്വന്തം മാതാപിതാക്കൾ അവരുടെ മതത്തിൻ്റെ ചട്ടക്കൂട്ടിൽ വളർത്തിയെടുത്ത മക്കളെ ഒരു ഇസ്ലാം മത വിശ്വാസി അവരെ ഇണയായി സ്വീകരിച്ചാൽ അത് മോഷണമല്ലേ? ആ പാവപ്പെട്ട മാതാപിതാക്കളുടെ പക്കൽ നിന്നും അവരെ അടർത്തിയെടുക്കുന്നത് പാപമല്ലേ? അന്യന്റെ മുതൽ മോഷ്ടിക്കുന്നതിന് തുല്യമല്ലേ? മോഷണം ഇസ്ലാമിൽ അനുവദനീയമല്ല. അള്ളാഹു വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. മുഹമ്മദ് നബി വിളിച്ച തെറി എന്താന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. ഖലീഫമാര് വിളിച്ചിട്ടുള്ള തെറി എന്താന്ന് ഞാൻ പറഞ്ഞുതരാം. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ ഹാരിഫ് ഹുസൈൻ ഇപ്പോൾ അള്ളാഹു തെറി വിളിക്കുന്നു എന്ന് പറയുന്നു. എന്താ ഹാരിഫെ, പല തന്തമാർക്കുണ്ടായ ലോജിക്കാണല്ലോ തൻ്റെ കയ്യിലുള്ളത്. അള്ളാഹു ഇല്ല എന്ന് പറഞ്ഞ നീ ഇപ്പോൾ പറയുന്നു അള്ളാഹു നിന്നെ തെറി വിളിക്കുന്നു എന്ന്. എന്താ ഹാരിഫെ, നിന്റെ വാപ്പ നിന്നെ ഉണ്ടാക്കുന്ന സമയത്ത് വല്ല മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ഉണ്ടായോ? അള്ളാഹു തന്നെ വിളിച്ചിട്ടുണ്ട് തന്തയില്ലാത്തവനെന്ന്. എന്നെ കൊണ്ട് അത് വിളിപ്പിക്കണം. ഹാരിഫ് ഹുസൈൻ്റെ വാക്കുകൾ എത്ര സത്യമാണ്. അതേ ഹാരിഫെ, മതം എന്നത് ഒരു വിശ്വാസം മാത്രമാണ്. ആ വിശ്വാസത്തെ വിറ്റ് തിന്നുന്ന നിന്നെ പോലെയുള്ള ആൾക്കാരെ വ്യഭിചാരിക്ക് ജനിച്ചവനെന്ന് അഥവാ തന്തയില്ലാത്തവനെന്ന്. എത്ര സത്യമായ വാക്കുകൾ. ഹാരിഫ് ഹുസൈൻ പറഞ്ഞത് 100% ശരിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.